ഹലോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. എന്തോ പറയാനാ, 2026 ഇങ്ങോട്ട് കയറിയിട്ട് എൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി പഴത്തൊലി ചവിട്ടി പോയതുപോലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നും വീഡിയോ ചെയ്യാനായിട്ട് ഉള്ള മൂഡോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ശരിയാകും, നാളെ ശരിയാകും, ശരിയായിട്ട് വീഡിയോ ചെയ്യാമെന്ന്. അങ്ങനെ പോയി 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതേ ഉള്ളെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു എന്നാൽ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന്. അങ്ങനെ എന്തോ ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇതുപോലെ ക്ലേ വെച്ചിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിച്ചത്. എൻ്റെ കയ്യിലാണെങ്കിൽ കുറച്ച് പോളറോയിഡ്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഇതിന് കുറച്ച് ഫ്രെയിം ഉണ്ടാക്കി വെച്ച് നോക്കാം. അപ്പം ഞാൻ വിചാരിച്ചത് ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രെയിം ഉണ്ടാക്കാം. അത് ഈ ലവ് എല്ലാം കൂടെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇത് കാണാൻ നല്ല എളുപ്പമാണെങ്കിലും അത്ര എളുപ്പമായിരുന്നില്ല ഉണ്ടാക്കാൻ. പ്രത്യേകിച്ച് ഈ ലവൊക്കെ ഉണ്ടാക്കി ഫിറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി മെനക്കെട്ട് കേട്ടോ. കുറച്ച് മെനക്കെട്ടാൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാധനം ഹാൻഡ് മെയ്ഡായിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഇത് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ. സ്പെഷ്യലായിട്ട് നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരിത് ചെറിയൊരു പോളറോയിഡ് ഇതുപോലെ എടുക്കേണ്ട ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് വീട്ടിൽ ചെയ്തു നോക്ക്. ഈസിയാണ്, നല്ല രസവും ഉണ്ടാകുന്നൊരു സാധനമാണ്. ഞാനപ്പോൾ ഇത് എൻ്റെ റൂമിൽ എൻ്റെ ടേബിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ചെയ്തെടുത്താണ്. ഇതുണ്ടാക്കി കഴിഞ്ഞ് ഞാനിങ്ങനെ ചാരി വെച്ച് നല്ല രസമുണ്ട്. പിന്നെ ഞാൻ ഓർത്തു എന്നാൽ ഇത്രയൊക്കെ ആയാലും ഒരു സ്റ്റാൻഡ് കൂടെ വെച്ചേക്കാം. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചാരി വെച്ച് കഴിഞ്ഞാൽ അത്ര രസം ഉണ്ടാകത്തില്ലല്ലോ. സോ ഞാനൊരു കാർഡ്ബോർഡ് തന്നെ വെച്ചിട്ട് ഇതുപോലൊരു പുറകിലൊരു സ്റ്റാൻഡ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫൈനൽ ലുക്ക് ദേ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഏതായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.